ഒരു 10 മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് നേരത്തെ പറഞ്ഞ ആത്മീയതയിലേക്ക് ടച്ച് ചെയ്യും. ആ ബുദ്ധി സമബുദ്ധിയെ സമാധി എന്ന് പറയും. നിങ്ങളുടെ ബുദ്ധി ആ സമത്തിലേക്ക് വരും. അത് നമ്മൾ ആദ്യം പരിശീലിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അതെങ്ങനെയാണ് പരിശീലിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ടോക്കിനെ കുറക്കുക എന്നുള്ളതാണ്. ആത്മീയതയെ അടിസ്ഥാനമാക്കി ഒരു വ്യക്തി തനിച്ചായിരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ, ഒരു വ്യക്തി തനിച്ചാവുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സമൂഹത്തിന് ഉൾവലിയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, അല്ലേ? അല്ല. തനിച്ചായിരിക്കുക എന്ന് പറഞ്ഞാൽ ഏകാഗിയായിട്ടിരിക്കാൻ പറ്റണം നമുക്ക് ചില സമയത്തെങ്കിലും, ഇല്ലേ? ഇന്നത്തെ സമൂഹത്തിൽ സാധിക്കുന്നില്ല, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ, ഇല്ലേ? അതിൻ്റെയൊക്കെ അതിപ്രസരം നമുക്ക് സാധിക്കുന്നില്ല. ഗീതയിലെ ധ്യാന യോഗം എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ഈ ഒരു തത്വത്തിനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഏകാഗിയായിട്ട് വിജനമായ സ്ഥലത്ത് മാൻതോല് വിരിച്ച് അതിൻ്റെ മേലെ നമ്മുടെ പുല്ല് വിരിച്ചുകൊണ്ട്, നമ്മുടെ ദർഭപ്പുല്ല് വിരിച്ചുകൊണ്ട്, അവിടെ സുഖാസനത്തിലിരുന്നു കൊണ്ട്, നാസികാഗ്രത്തിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട്, സകല കാമചിന്തകളെയും വിട്ടുമാറി ഭഗവാനിൽ മാത്രം മനസ്സുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ഭഗവാൻ എന്ത് പറഞ്ഞത്? ധ്യാനയോഗത്തിൻ്റെ അകത്ത് ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെ ഭഗവാൻ കൃഷ്ണൻ ഏകാഗിയായിട്ടിരിക്കുക എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും അവിടെ, ഇല്ലേ? പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്കത് സാധ്യമല്ല. പക്ഷെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ യോഗികളും ഏറ്റവും കൂടുതൽ യോഗി ആചാര്യന്മാരും ഉണ്ടായിരിക്കുന്ന തിബറ്റിൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? ആ തിബറ്റൻ ഏരിയയിലേക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ വിജനമായിട്ട് ഗുഹകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ധ്യാനത്തിലിരിക്കാൻ പറ്റും, ഇല്ലേ? അപ്പൊ ധ്യാനത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഈ പറയുന്ന സ്ഥലമെങ്കിൽ ധ്യാനത്തിന് നമുക്ക് ഏറ്റവും അനുയോജ്യമായത് ഏകാഗ്രമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, ഇല്ലേ? കാരണം ഒരു കഥ തന്നെയുണ്ട്. അതായത് ധ്യാനം പഠിക്കാൻ പോയ 4 ശിഷ്യന്മാര് ഗുരുവിന്റെ ഇൻഫ്ലുവൻസ് കാരണം ധ്യാനം അങ്ങോട്ട് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സോഡ വാട്ടർ എന്തൂസിയാസം എന്ന് പറഞ്ഞ പ്രതിഭാസം. അതായത് ധ്യാനത്തിന് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും? സോഡ പൊട്ടിച്ച പോലെ ഭയങ്കര ഗ്യാസ് ആയിരിക്കും, പവർഫുൾ ആയിരിക്കും. 2 ദിവസം ധ്യാനം ചെയ്യുമ്പോഴെന്താവും? സോഡ പിന്നെ എന്താ അവസ്ഥ ഉണ്ടാവുക? പച്ചവെള്ളമാവുന്ന പറഞ്ഞ പോലെ പിന്നെ എന്ത് ചെയ്യില്ല? ധ്യാനത്തിന് വേണ്ടി മത്സരിക്കില്ല, ഇല്ലേ? അപ്പം ഈ 4 ആളുകളും തീരുമാനിച്ചു, നമ്മൾ ഇന്ന് തൊട്ടിട്ട് ധ്യാനത്തിന്റെ ഭാഗമായിട്ട് മൗനവ്രതം എടുക്കാൻ പോവാണ്. കാരണം മൗനാണല്ലോ വേണ്ടത് ആദ്യം. അതാണ് ഈ നമ്മൾ ഈ ഏകാന്തമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ മൗനം. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? ആലോചിക്കാൻ പറ്റുന്നില്ല, ഒരു സെക്കൻഡ് പോലും നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല, ഇല്ലേ? അപ്പൊ മൗനവ്രതം എടുത്തു. അങ്ങനെ ആദ്യത്തെ ദിവസം ഗംഭീരമായിട്ട് മൗനവ്രതം ചെയ്തു. 2ാമത്തെ ദിവസം 4 ശിഷ്യന്മാരുടെ റൂമിലേക്ക് കയറിയപ്പോൾ വിളക്ക് ചെറുതായിട്ട് അണയാൻ പോയി. അപ്പൊ ആദ്യത്തെ വിളിച്ചു പറഞ്ഞു, എടാ വിളക്കണയാൻ പോന്നത് കത്തിക്കൂ എന്ന് പറഞ്ഞു. അവന്റെ വ്രതം പൊട്ടിയോ? അപ്പൊ 2ാമത്തവൻ പറഞ്ഞു, നീ എന്തൊരു മനുഷ്യനാടാ, നീ ഇത് പറയാൻ പാടുണ്ടോ? അപ്പൊ 3ാമത്തവൻ പറഞ്ഞു, അത് ശരിയാ, ഇതൊരു വൃത്തികെട്ട പണിയായി പോയി. അപ്പൊ 4ാമത്തവൻ ഇവനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴിവിടെ ഞാൻ മാത്രമേ എന്തുള്ളൂ, മിണ്ടാത്ത ഒരാളുള്ളൂ. പിടി കിട്ടിയോ? അപ്പൊ പലപ്പോഴും നമ്മൾ ധ്യാനത്തിന് ഇറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെയാണ് അവസ്ഥ നമ്മുടെ. കാരണം ഒരിക്കലും ഈ പരിപാടി കൂട്ടായിട്ട് ചെയ്യരുത്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ 4 ആള് കൂടിയിട്ടൊരു ധ്യാനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 4 ആളുകളും പല രീതിയിൽ ചിന്തിച്ചിട്ട് ധ്യാനം പൊട്ടിപ്പോ. അപ്പോൾ ധ്യാനത്തിന് ഏകനായിട്ടിരിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് ഏകനായിട്ടിരിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അത് നല്ലതാണ്. കാരണം സാധാരണ രീതിയിൽ നമ്മൾ ഈ കൗൺസിലിംഗ് മേഖലയിലെ ആളുകളൊക്കെ ചെയ്യുന്നൊരു പണിയുണ്ട്. എല്ലാ ദിവസവും പ്രശ്നങ്ങളെ കേൾക്കും നമ്മൾ, അല്ലേ? കേട്ട് ഒരു ദിവസം 3-4 ആൾ വന്ന് പ്രശ്നം പറയുമ്പോൾ നമുക്ക് എന്താവണം? വട്ടാവണം. യഥാർത്ഥത്തിൽ നമ്മുടെ സബ് കോൺഷ്യസിൽ അത് കയറണം. അപ്പോൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? കൗൺസിലിംഗ് ഒക്കെ വിട്ടിട്ട് 1 മാസം നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും? ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒന്നുകിൽ ഗുരുവായൂർ അമ്പലത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഹിമാലയത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു തീർത്ഥയാത്ര പോയിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഏകാന്തമായിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വേണം. പക്ഷേ അത് നമ്മൾ ആദ്യം പരിശീലിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അതെങ്ങനെയാണ് പരിശീലിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ടോക്കിനെ കുറക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ പുറത്ത് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ഇന്നർ ടോക്കാണ്, അകത്താണ് സംസാരിക്കുന്നത്. കാരണം നമ്മളൊക്കെ പുറത്ത് സംസാരിക്കുന്നതിന്റെ ഒരു 1000 മടങ്ങ് ഉള്ളിൽ സംസാരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ടോയ്ലറ്റിൽ ഇരുന്നാ സംസാരിക്കുക, ഇല്ലേ? നമ്മളെ ടോയ്ലറ്റിൽ പോയിട്ട് ആരും ശല്യപ്പെടുത്താനില്ല. 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ആളുകളെ എനിക്കറിയാം. ഇവരെന്താ ചെയ്യുന്നത്? അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നർ ടോക്കിനെ നിർത്താനുള്ള പണികൾ ചെയ്യണം. 2ാമത്തത് പുറത്തേക്കുള്ള സംസാരം ആവശ്യത്തിന് മാത്രമാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നർ ടോക്ക് എങ്ങനെ നമ്മൾ കുറക്കുക? ഇന്നർ ടോക്ക് കുറക്കാനാണ് ഈ കാലഘട്ടത്തിൽ നാമജപം പറയുന്നത്. നമ്മളൊരു പ്രത്യേക മന്ത്രം എടുത്തിട്ട്, ഇപ്പോൾ കൂടുതൽ വലിയ മന്ത്രത്തിലേക്കൊന്നും പോകണ്ട,
നമ്മൾ ഇപ്പം ഹിന്ദു ആണെങ്കിൽ നമ്മൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ചൊല്ലിയാൽ തന്നെ എന്തായി? അതൊരു മന്ത്രമായി മാറി. അപ്പോൾ ആ മന്ത്രം നമ്മൾ നിരന്തരം ഉച്ചരിക്കുക എന്നുള്ളതാണ്. 2 ശ്രവണം എന്ന് പറയും നമ്മൾ ഭക്തിയിൽ. അതായത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ എന്ത് ചെയ്യുക, ഹരേ കൃഷ്ണയൊക്കെ വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചെവികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പം ഏത് കാര്യമായാലും, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാണ്. ഇപ്പം നിങ്ങളോട് ഞാൻ ഒരു പൂച്ച എന്ന് പറയാണ്, നിങ്ങൾ എത്ര കേൾക്കണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? പൂച്ചയുടെ ചിത്രം വരും. കടുവ എന്ന് പറഞ്ഞാലോ വരും. നിങ്ങൾ റിജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ നല്ലപോലെ വരും ഇല്ലേ? ഇത് തന്നെയാണ് നമ്മൾ ബോധപൂർവം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? നല്ലപോലെ തെളിഞ്ഞു വരും ഇല്ലേ? അപ്പൊ അതിന് ധ്യാനം ചെയ്യാൻ ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഈ ഏകാഗിയായിട്ടിരിക്കാൻ അത് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇത് ചെയ്യുക. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു വ്യായാമമാണ്. നമ്മുടെ റൂമിൽ നമ്മളൊന്നെങ്കിൽ അടച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ കൊളക്കടവിലോ എവിടെയെങ്കിലും പോയിട്ട് വളരെ സുഖമായിട്ട് സുഖാസനത്തിലിരിക്കുക. നമുക്ക് ഇരിക്കുമ്പോൾ കംഫർട്ടായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുക. എന്നിട്ട് കണ്ണങ്ങോട്ട് കിടക്കുക. അപ്പോൾ കണ്ണടയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ചെവികൾ ശക്തമാവും. കാരണം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിനെ നമ്മൾ ബോധപൂർവം ക്ലോസ് ചെയ്താൽ എന്താവും? അടുത്ത അവയവം അതിൻ്റെ പണി ഏറ്റെടുക്കും ഇല്ലേ? വാച്ചിൻ്റെ ഈ ടിക് ടിക് ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കണ്ണടച്ച് പിടിച്ച് നോക്കി, അപ്പോൾ ചെവി കുറച്ചുകൂടി സ്ട്രോങ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ണടക്കുമ്പോൾ ചെവി സ്ട്രോങ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളെ കൊളക്കടവിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുവരെ കേൾക്കാത്ത സകല ശബ്ദങ്ങളും കേൾക്കും നമ്മളവിടെ ഇല്ലേ? അപ്പോൾ ഒരു തന്ത്രം പ്രയോഗിക്കണം. നിങ്ങളോട് പറയുക, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഇല്ലെങ്കിലും ഈ ശബ്ദങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു. ആണല്ലോ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടല്ലോ ശബ്ദം. അതിന്റെ അർത്ഥം എന്താ? ബുദ്ധിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആത്മീയ നേരത്തെ ബുദ്ധിയിലെ കൊണ്ടുപോകേണ്ടത് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഞാനിപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും ഈ ശബ്ദങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമായിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാനിപ്പോൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ സാക്ഷി മാത്രമാണ് ഇല്ലേ? ഈ ബോധം എപ്പോൾ ബുദ്ധിക്ക് കൊടുക്കുന്നുവോ അപ്പോൾ ബുദ്ധി എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ ശബ്ദത്തിനൊക്കെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇത് കൂടുതലെടുക്കും. ആ ബോധത്തോടു കൂടി നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതും. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഒരു പണിയും കൂടി തന്ത്രപരമായിട്ട് ചെയ്യണം. എവിടെയാണോ മൂത്രമൊഴിക്കരുത് എന്ന് എഴുതി വെക്കുന്ന അവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് തോന്നും? മൂത്രം ഒഴിക്കാൻ തോന്നും ഇല്ലേ? മനസ്സിൻ്റെ ഒരു കളിയാണത്. അവിടെ നമ്മൾ തന്ത്രപരമായിട്ട് മനസ്സിനോട് പറയണം, ഇപ്പോൾ വരുന്ന ചിന്തകളെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് വരാൻ അനുവദിക്കുമെന്ന് പറയാം. അങ്ങനെ നിങ്ങളിപ്പോൾ വരുന്ന ചിന്തകളെല്ലാം ഒന്ന് ഫ്രീ ആയി വരാൻ അനുവദിച്ച് നോക്കി, ഒരു ചിന്തയും വരില്ല. ഒരു 10 മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് നേരത്തെ പറഞ്ഞ ആത്മീയതയിലേക്ക് ടച്ച് ചെയ്യും. ആ ബുദ്ധി സമബുദ്ധിയെ സമാധി എന്ന് പറയും. നിങ്ങളുടെ ബുദ്ധി ആ സമത്തിലേക്ക് വരും. അവിടെ നിങ്ങൾ ഏകാന്തതയിലിരുന്ന അതേ പ്രതീതി നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. അല്ലാതെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയും വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് ഏകാന്തമായിട്ട് പോയിട്ടിരിക്കാൻ പറ്റുമോ എവിടെയെങ്കിലും? ഇല്ല. അപ്പോൾ അത് ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോഴും തനിയിരിക്കാനുള്ള വിദ്യ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അങ്ങ് ഇത്രയും നേരം സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ സയൻസാണ്, സയൻസ് എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റിയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ സമൂഹം പലർക്കും അത് അറിയുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, താങ്ക് യു. ജ്യോതിഷ പണ്ഡിതനും സ്പിരിച്വൽ ട്രെയിനറുമായ ഡോക്ടർ തുഷാറിനെ ജ്യോതിഷ സംബന്ധമായും ആത്മീയപരമായുമുള്ള പ്രശ്ന പരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുവാൻ ഒരു ഹായ് അയയ്ക്കുക. ഡോക്ടർ തുഷാറിനെ ABC ജ്യോതിഷത്തിലൂടെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.